ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ട് കിഡിലൻ ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളെ ചക്കക്കുരു വെച്ചിട്ട് ഒരു ഈസി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കഴുകി ക്ലീനാക്കി രണ്ട് വിസിലടിച്ച് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറൊക്കെ ഇട്ടതിനൊന്ന് പൊടിച്ച് കൊണ്ടുവരണം. വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിതിപ്പോൾ ഇവിടെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. പൊടിച്ച് കൊടുക്കുന്നത് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. എനിക്കിപ്പോൾ ഒരു പാനാണ്, പാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് പിന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, ഫ്ലെയിം ഓൺ ആക്കാതെയാണ് ഇത് ഒന്ന് മിക്സ് ആക്കണം. ഈ വെള്ളത്തിൽ പാൽപ്പൊടി ഒന്ന് മിക്സ് ആക്കണം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ പാലും എടുക്കാം കേട്ടോ. പാൽപ്പൊടി ആകുമ്പോൾ കുറച്ച് തിക്കായി കിട്ടും. അപ്പോൾ അതിനാണ് പാൽപ്പൊടി എടുത്തത്. 1.5 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ഉണ്ട്, നിങ്ങൾക്ക് അത് ചേർത്താലും മതി. ഞാൻ ഏലക്കാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. മീഡിയത്തിൽ എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ, കൂട്ടി വെക്കേണ്ട. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച ചക്കക്കുരു ഇല്ലേ, അത് അത് കുറച്ച് തിക്കിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ സ്ട്രെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട, കട്ട കുത്തും. ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചത് ഫുള്ളും ഇട്ട് കൊടുത്തിട്ടില്ല. ഈ പൊടി രൂപത്തിലാണ് അരച്ച് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ആ പൊടി അങ്ങനെ ഒരു 5 ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് കുറച്ചിങ്ങനെ ഒരു തിക്ക് രൂപത്തിലാണ് കിട്ടിയത്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കി കൊടുത്തത് കേട്ടോ. ഇനി അതിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡ് കുറച്ച് മധുരം വേണ്ടേ, ആ മധുരം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത് കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ കയ്യിലിടുന്ന മഞ്ഞൾപ്പൊടിയില്ല, ആ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. നമ്മളിതിൽ കോൺഫ്ലോറോ അതുപോലെ കസ്റ്റർഡ് പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല. കസ്റ്റർഡ് പൗഡർ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഇതിൽ കളർ കിട്ടും, അതൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ സാധാ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ട് ചക്കക്കുരു ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കറിയുടെ തിക്കായിട്ടൊക്കെ കിട്ടും, ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കറിക്കൊക്കെ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ അരച്ചത് ബാക്കി തന്നെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഒരു നല്ല ബൗളിൽ അടച്ച് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിന് കുറുകി വരണം, കുറുകി വരുന്ന നമുക്കത് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, മീഡിയത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലിട്ട് ഇതേപോലെ അങ്ങനെ ഇളക്കി നിന്നാൽ മതി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നമ്മൾ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്കത് അറിയാനേ പറ്റില്ല, അത്രയും ടേസ്റ്റാണത്. ഇപ്പോൾ അത് കുറുകിയിട്ടുണ്ട്. എന്നിട്ട് കുറുകിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ബൗൾക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അത് അങ്ങനെ ഞാൻ തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് തണുത്ത് കഴിക്കുമ്പോഴാണല്ലോ ഫ്രൂട്ട് സലാഡ് രസം. അതിന് ശേഷം നമുക്ക് വീട്ടിൽ എന്ത് ഫ്രൂട്ടാണ് ഉള്ളത് വെച്ചാൽ ആ ഫ്രൂട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇന്ന ഫ്രൂട്ട് ഒന്നുമില്ല, എന്താ നമ്മൾ വീട്ടിലുള്ളത് ആ ഫ്രൂട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറച്ച് ഈത്തപ്പഴം, ഒരു ആപ്പിള്, പിന്നെ ഒരു ആപ്പിളിൻ്റെ പകുതിയുള്ളൂ, പിന്നെ അതുപോലെ ഒരു ചെറിയൊരു പ്ലമ്മിൻ്റെ പീസ്, മുന്തിരി, പഴുത്ത മാങ്ങ, ഇതാണ് ഞാൻ ഇവിടെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. അനാറുണ്ടെങ്കിൽ അനാർ ആഡ് ചെയ്യുക, പഴം ഉണ്ടെങ്കിൽ പഴം. 2 ഫ്രൂട്ട്സ് ആണെങ്കിലും അത് നമുക്ക് എന്ത് ഫ്രൂട്ടാണെങ്കിലും നമുക്ക് ഇതിട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. നമ്മൾ സാധാ ഫ്രൂട്ട് കസ്റ്റാർഡ് പൗഡർ ഇട്ട് ഉണ്ടാക്കാനായിട്ടും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനി നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു വേറൊരു ബൗൾക്ക് മാറ്റി കുറച്ച് മുന്തിരി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തണുപ്പിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്കക്കുരൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ കിട്ടുന്ന സീസണല്ല, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.